ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ബോർഡിൽ കാണാം. ഈ ക്വസ്റ്റ്യനിൽ നോർമൽ ലോസും അബ്നോർമൽ ലോസും ഉണ്ട്. ആ സമയത്ത് നമ്മൾ എങ്ങനെയാണ് വാല്യുവേഷൻ നമുക്ക് നോക്കാം. കാൽക്കുലേറ്റ് ദി വാല്യൂ ഓഫ് അബ്നോർമൽ ലോസ് ക്ലോസിംഗ് സ്റ്റോക്ക് ആൻഡ് പ്രിപ്പയർ അബ്നോർമൽ ലോസ് അക്കൗണ്ട് എന്ന് പറയുന്നുണ്ട്. നോക്കാം. 1000 kg of oil consigned at 32 per kg. സോ ക്വസ്റ്റ്യൻ നിങ്ങൾ കോപ്പി ചെയ്യുക. ഓക്കെ, കോപ്പി ചെയ്തതിന് ശേഷം മാത്രം കണ്ടിന്യൂ ചെയ്യുക. ഓക്കെ, ക്വാണ്ടിറ്റി കൺസൈൻഡ് ഇവിടെ ഞാൻ എഴുതി. ക്വാണ്ടിറ്റി 1000 ഇൻറ്റു 32 3,20,000. അത് കഴിഞ്ഞ ഉടനെ ചാർജ് ഓഫ് ദി കൺസൈനറാ കൊടുത്തത്, ഫ്രൈറ്റ്, പാക്കിങ്, ഇൻഷുറൻസ്. സോ ഞാൻ അത് മൂന്നും ആഡ് ചെയ്തിട്ട് ഫ്രൈറ്റ്, പാക്കിങ്, ഇൻഷുറൻസ് അതെല്ലാം കൂടെ ആഡ് ചെയ്താൽ ഇവിടെ 20,000 കിട്ടും. സോ ഞാൻ ആ 20,000 ഇവിടെ എഴുതാൻ പോവാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ അടുത്ത ഐറ്റം കൺസൈനീഡ് എക്സ്പെൻസ് ആണ്. അഡ്വർടൈസ്മെന്റും ഗോ ഡൗൺ റെന്റും രണ്ടും എന്തല്ല, നോൺ റെക്കറിംഗ് അല്ല. അതുകൊണ്ട് ഞാൻ കാൽക്കുലേഷനിൽ എടുക്കുന്നില്ല. ഓക്കെ, അടുത്തത് ഡി എന്ന് പറയുന്ന പോയിന്റ്. 1500 kg ഓഫ് ഓയിൽ വാസ് ലോസ്റ്റ് ഇൻ ട്രാൻസിറ്റ് ആൻഡ് ഇൻഷുറൻസ് പെയ്ഡ്. ഇൻഷുറൻസ് കിട്ടുന്ന നഷ്ടം എന്ത് നഷ്ടമാണോ? അബ്നോർമൽ ലോസ്. സോ ഞാൻ ഇതിന് അബ്നോർമൽ ലോസ് ആക്കി എടുക്കാൻ പോകുന്നു. സോ ലെസ് അബ്നോർമൽ ലോസ്. അപ്പോൾ അതിനേക്കാളും മുന്നേ ഞാൻ ഇതിനെന്ത് ചെയ്യും? ടോട്ടൽ ചെയ്യണം. ഓക്കെ, സോ എത്ര കിലോ ആണ് നഷ്ടപ്പെട്ടത്? ഇത് 10,000 അല്ലേ? 10,000 ആണ്. ഞാൻ 1000 എഴുതിയതാണ്, 1000 എഴുതിപ്പോയതാണ്. ഇറ്റ് ഇസ് 1500 നഷ്ടപ്പെട്ടു. അപ്പൊ നമുക്ക് എന്തിന്റെ വാല്യൂ കാണണം? ഇവിടെയുള്ള വാല്യൂ കാണണം. എങ്ങനെ കാണും? ഇത് ഡിവൈഡഡ് ബൈ ഇത് ഇൻറ്റു ഇത്. സോ ഇറ്റ് ഇസ് 3,40,000 ഡിവൈഡഡ് ബൈ 10,000 ഇൻറ്റു 1500. എത്രയാടോ? 51,000 കിട്ടും. സോ ഇറ്റ് ഇസ് 51,000. സോ ഇത് എന്ത് ചെയ്യണം? നമ്മൾ ലെസ് ചെയ്തിട്ട് അവിടെ കാണിക്കണം. ലെസ് ചെയ്താൽ എത്ര കിട്ടും? ഓക്കെ, ലെസ് ചെയ്താൽ ഇവിടെ 8,500 അപ്പുറത്ത് 2,89,000 കിട്ടും. അപ്പോൾ ക്വസ്റ്റ്യൻ നമുക്ക് കണ്ടിന്യൂ ചെയ്ത് നോക്കാം. നെക്സ്റ്റ് ഇസ് ഇൻഷുറൻസ് കിട്ടിയെന്നുണ്ട്. അത് ഇവിടെ ഒന്നും എഴുതൂല, അത് എവിടെ എഴുതാന്ന് ഞാൻ ഇപ്പം പറയാം. ഓക്കെ, നെക്സ്റ്റ് 6,000 ഓഫ് സെയിൽ ചെയ്ത ഡാറ്റ തന്നിട്ടുണ്ട്. 6,000 കിലോ ആണ്, 38 രൂപക്ക് വിറ്റു. സ്റ്റോക്ക് വിത്ത് കൺസൈനി 200. there being a normal loss of 500 kg. അവിടെ ഒരു നോർമൽ ലോസും കൂടെ പറയുന്നുണ്ട്. എത്ര kg ആണോ? 500. സോ നമ്മൾ ഇവിടെ എന്ത് മൈനസ് ചെയ്യാൻ പോകുന്നത്? നോർമൽ ലോസ്. എത്ര? 500. വാല്യൂ ഇല്ല, നമ്മൾ വാല്യൂ കണക്കാക്കൂല എന്ന് ഓൾറെഡി പറഞ്ഞു. തീർന്നില്ലേ ക്വസ്റ്റ്യൻ? ഓക്കെ, ഇവിടെ നോക്കാം. ഇവിടെ 10,000 അയച്ചു, 1,500 അബ്നോർമൽ ലോസ്, 8,500 നോർമൽ ലോസ് 500. അപ്പൊ ബാക്കി എത്ര ഉണ്ടടാ? 8,000 അല്ലെ? 8,000 6,000 വിറ്റു അല്ലെ? 6,000 വിറ്റു. ഇനി അയാളുടെ കയ്യിൽ എത്രയുണ്ട് അൺസോൾഡ് ആയിട്ട്? 2,000. അതാണ് ഇവിടെ ക്വസ്റ്റ്യനിൽ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്താണ്? വാല്യുവേഷൻ ഓഫ് ക്ലോസിംഗ് സ്റ്റോക്ക്. എങ്ങനെ വാല്യൂ ചെയ്യും? ഇത് ഡിവൈഡഡ് ബൈ ഇത്. 2,89,000 ഡിവൈഡഡ് ബൈ 8,000 ഇൻറ്റു ഇവിടെ അൺസോൾഡ് എഴുതും. അൺസോൾഡ് എന്ന് പറഞ്ഞാൽ സെയിൽ എത്രയാന്ന് നോക്കും. 6,000 സെയിൽ, 8,000 6,000 കിഴിച്ചിട്ട് ബാക്കി 2,000. ഈ ക്വസ്റ്റ്യനിൽ അത് നേരിട്ടിട്ട് നമുക്ക് തന്നിട്ടുണ്ട്. നമ്മൾ അതൊന്നും നോക്കേണ്ട കാര്യമില്ല, നമുക്ക് അറിയുന്ന പോലെ കണ്ടുപിടിച്ചു. ദാറ്റ് ഈസ് 11,50,000. ക്ലിയർ അല്ലേ? ഓക്കെ, ഒന്നുമില്ല. ഇവിടെ പുതിയൊരു ഐറ്റം നോർമൽ ലോസ് വന്നു. നോർമൽ ലോസിന് എന്ത് കാണേണ്ടതില്ല? വാല്യൂ കാണേണ്ടതില്ല. ബാക്കിയെല്ലാം ഓർഡറിൽ എഴുതി. ഇനി അടുത്തത് ഇവിടെ ഒരു പുതിയ പോയിന്റ് തന്നിട്ടുണ്ട്. ഇൻഷുറൻസിന്റെ അടുത്തുനിന്ന് അബ്നോർമൽ നഷ്ടത്തിന് ഇൻഷുറൻസിന്റെ അടുത്ത് ക്ലെയിം കിട്ടിയെന്ന് ക്വസ്റ്റ്യനിൽ കണ്ടാൽ ഉടനെ തന്നെ നിങ്ങൾ ഒരു അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. ആ അക്കൗണ്ടിന്റെ പേരാണ് നോർമൽ ലോസ് അക്കൗണ്ട്. ഓക്കെ, എന്തൊക്കെ എഴുതാന്ന് കണ്ടോ? ഈ 51,000 എഴുതണം. എവിടെ എഴുതണം എന്ന് പറഞ്ഞാൽ ഇവിടെ എഴുതണം. എന്തെഴുതണം? ടു കൺസൈൻമെന്റ് ടു, അതായത് കൺസൈൻമെന്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മളിപ്പോൾ ഒരു എസ് എ ക്വസ്റ്റ്യൻ ഇത് കഴിഞ്ഞ ഉടനെ ചെയ്യും. അവിടെ നിങ്ങൾക്ക് അത് ക്ലിയർ ആവും.
51,000 ഇവിടെ എഴുതണം. ഓക്കെ, ഇൻഷുറൻസിൻ്റെ അടുത്ത് നിന്ന് കിട്ടിയ പൈസ ബൈ ബാങ്ക് എന്ന് പറഞ്ഞിട്ട് ഇവിടെ എഴുതണം. എത്ര ഇൻഷുറൻസിൻ്റെ അടുത്ത് നിന്ന് കിട്ടിയത്, കോമ്പൻസേഷൻ കിട്ടിയത് 40,000. 51,000ന്റെ നഷ്ടം ഉണ്ടായി, 40,000 കിട്ടി. അപ്പൊ എത്ര നഷ്ടം? ആ നഷ്ടത്തിന് ഏത് അക്കൗണ്ടിലേക്ക് കൊണ്ടുപോയി ഇടുക? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കൊണ്ടുപോയി ഇടുക. 11,000. ക്ലിയർ അല്ലേ? 51,000 ഉണ്ട്, 51,000 ബാലൻസിങ് ഫിഗർ ആയ 11,000 ഏത് അക്കൗണ്ടിൽ കൊണ്ടുപോയിടുക? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ബിക്കോസ് അത് നഷ്ടമല്ല. 51,000ന്റെ നഷ്ടം 40,000 ഇൻഷുറൻസ് തന്നു, ബാക്കി P&L അക്കൗണ്ടിൽ. ഇപ്പൊ P&L അക്കൗണ്ട് വരച്ചാൽ ഇതിന്റെ കൗണ്ടർ ഇഫക്റ്റ് ഇവിടെയല്ലേ വരിക? ടു അബ്നോർമൽ ലോസ് എന്നല്ല പറയാ. P&L അക്കൗണ്ടിൽ ഡെബിറ്റിൽ വന്ന എന്താ? എക്സ്പെൻസ് അല്ലേ, അല്ലെങ്കിൽ ലോസ് അല്ലേ? സോ ഇറ്റ് ഇസ് നഷ്ടം. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇൻഷുറൻസ് ക്ലെയിം കിട്ടിയാൽ അതിവിടെ ഉടനെ ഈ അക്കൗണ്ട് വരയുക, എന്നിട്ട് അതിലൂടെ കാണിക്കുക, ബാക്കി നഷ്ടമായിട്ട് കാണാം. ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ ഫോർ യു. ഇനി ഇതേ വീഡിയോയിൽ വേറെയും 2 പ്രോബ്ലം കൂടി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതും കൂടെ കണ്ടു കഴിയുമ്പോഴേക്ക് ഈ ചാപ്റ്ററിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവും. ഓക്കെ, എനിവേ ഇനി വേറെ പ്രോബ്ലംസ് ഒന്നുമില്ല. ഞാൻ ഇനി 2 പ്രോബ്ലം കൂടെ വരുന്നുണ്ട്. അത് കഴിഞ്ഞാൽ ഈ ചാപ്റ്ററിനോട് നമ്മൾ ഗുഡ് ബൈ ആണ്. പിന്നെ ഫുള്ള് നമ്മൾ ക്ലാസ് വർക്ക് ചെയ്യലില്ലേ, നമ്മൾ കുറേ ക്വസ്റ്റ്യൻസ് തന്നിട്ട്. അപ്പോൾ ആ പരിപാടി സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ ഓക്കെ, ലെറ്റ്സ് റീഡ് ദ ക്വസ്റ്റ്യൻ. നിങ്ങളുടെ കയ്യിൽ ക്വസ്റ്റ്യൻ ഉണ്ട്, ബോർഡിൽ നോക്കിയാൽ മതി. 10,000 കിലോ ഉണ്ട്, സെൻഡ് ചെയ്തു 50 രൂപക്ക് അല്ലേ? സോ ഇറ്റ് ഈസ് 5 lakh. സോ ഗുഡ് സെൻറ്റ് ഓൺ കൺസൈൻമെന്റ് 5 lakh. സംശയമില്ലല്ലോ. സോ അതോടെ എഴുതണം എന്ന് ഓർമ്മിച്ച് നോക്കി. ഡെബിറ്റ് സൈഡിൽ കൺസൈൻമെന്റ് അക്കൗണ്ടിൽ 5 ലക്ഷം നമ്മൾ എഴുതണം. ഓക്കെ, നൗ ഇറ്റ് ഈസ് കമ്മീഷൻ 5% ഓൺ സെയിൽ. ഫ്രൈറ്റ് ആൻഡ് ഇൻഷുറൻസ് ഡോക്ക് എന്ന് പറഞ്ഞിട്ട് 2 എക്സ്പെൻസ് കൺസൈനർക്ക് ചിലവായിട്ടുണ്ട്, കൺസൈനിക്ക് 2 എക്സ്പെൻസ്. ഗോഡൗൺ ആൻഡ് മിസ്ലേനിയസ് രണ്ടും എന്താണോ റെക്കറിംഗ് ആണ്. സോ എന്തിന്റെ കാൽക്കുലേഷനിൽ വരൂല? ക്ലോസിംഗ് സ്റ്റോക്കിന്റെ കാൽക്കുലേഷനിൽ വരൂല. ഓക്കെ, സിമ്പിൾ. 2,000 were damaged and content has been destroyed on landing. ലാൻഡ് ചെയ്യുന്ന സമയത്ത് 200 ഡാമേജ് ആയിരിക്കും. ഏത് ലോസാ? abnormal loss. സംശയം എന്തിനാ? abnormal loss 2,000 kgs are there and 7,000 kilo of tea sold ചെയ്തിട്ടുണ്ട് 60 rupees. This is the question and you are asked to draw a consignment outward account എന്ന് പറഞ്ഞാൽ അറിയാലോ, കൺസൈനർക്ക് അത് ഔട്ട്വേർഡ് ആയതുകൊണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് മുന്നേ. കൺസൈൻമെന്റ് ഔട്ട്വേർഡ് അക്കൗണ്ട് സെയിം ആണ്, അതിനെ അത് കണ്ട് ഞെട്ടണ്ട. ആൻഡ് കൺസൈനി അക്കൗണ്ട് ഇൻ ദ ബുക്ക് ഓഫ് കൺസൈനർ ഷോയിങ് ദി എമൗണ്ട് ഡ്യൂ ഫ്രം കൺസൈനർ. കൺസൈനി അക്കൗണ്ട് വരച്ചാൽ തന്നെ കൺസൈനിക്ക് എത്ര ഷോയിങ് ദി എമൗണ്ട് ഡ്യൂ ഫ്രം ദ കൺസൈനി എത്ര എമൗണ്ട് തരണം നമുക്ക് പറ്റും. സോ ഞാൻ അവിടെ ഒരു മീൻസ് അക്കൗണ്ട് വരയട്ടെ, അപ്പോഴേക്ക് നിങ്ങളും വരഞ്ഞല്ലോ റെഡി ആയിക്കോട്ടാ. ലെറ്റ് സി, ദിസ് ഇസ് ഗുഡ് സെൻറ്റ് ഓൺ കൺസൈൻമെന്റ് 1000 kg 50 rupees. So 10,000 kg 50 rupees, 10,000 into 50 5 lakh. Now it is expense of the consigner fire and dog to cash എന്ന് പറഞ്ഞിട്ട് നമ്മൾ എഴുതി 2,800. 2,000 plus 800 2,800. This is consignee's expense. അപ്പോൾ നമ്മൾ to consignee എന്ന് പറഞ്ഞ് എഴുതി. ഇവിടെ കൺസൈനർക്കും കൺസൈനിക്കും പേരൊന്നും തന്നിട്ടില്ല. ഇറ്റ് ഇസ് ഗോ ഡൗൺ 800, മിസ്ലേനിയസ് 1400 and we got 2,200. Now see here one point is there, commission 5% on sale. സെയിൽ എത്രയാ നോക്ക്? 700 കിലോ 60 രൂപ. 700 കിലോ 60 രൂപ 4,20,000. And commission is 5% on gross sale. So സെയിലിന്റെ 5%, that is 21,000. So ഇത്രയും കാര്യം ഞാൻ എഴുതിയിട്ടുണ്ട്. ഇനി 200 goods damaged and it is abnormal loss. So abnormal loss നമ്മൾ എവിടെ കാണിക്കണം? by abnormal loss. എത്ര കിലോ? 2,000 കിലോ. ആൻഡ് ഇതിൽ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? എമൗണ്ട് കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ ആരെയും കൂടി ഇവിടെ കൊണ്ടുപോയി എഴുതണം? by ക്ലോസിംഗ് സ്റ്റോക്ക്, അതായത് കൺസൈൻമെന്റ് സ്റ്റോക്ക്. സോ ഈ 2 പോയിന്റും കൂടെ ചെയ്താൽ നമ്മുടെ ഏത് അക്കൗണ്ട് ഫുള്ളായി? കൺസൈൻമെന്റ് ഔട്ട്വേർഡ് അക്കൗണ്ട് കംപ്ലീറ്റ് ആയി. സോ ഹിയർ നിങ്ങൾ അതേപോലെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് കൺസൈൻമെന്റ് ഔട്ട്വേർഡ് അക്കൗണ്ട് തന്നെ ഹെഡിങ് കൊടുക്കുക. സോ ലെറ്റ്സ് സീ ദ വാല്യുവേഷൻ ഓഫ് അബ്നോർമൽ ലോസ്. ഈ അബ്നോർമൽ ലോസിന് ലോസ് ഇൻ ട്രാൻസിറ്റ്, ഗുഡ് ലോസ് ഇൻ ട്രാൻസിറ്റ് എന്നൊക്കെ പല ടെക്സ്റ്റിലും കാണാം.
ഞാനിവിടെ അബ്നോർമൽ ലോസ് എന്നുള്ള വേർഡ് യൂസ് ചെയ്യുന്ന. നിങ്ങൾക്ക് വേണ്ടിക്ക് ഗുഡ്സ് ലോസ്റ്റ് ഇൻ ട്രാൻസിറ്റ് എന്നും എഴുതാം. കാൽക്കുലേഷൻ ഓഫ് ദ വാല്യൂ ഓഫ് ഗുഡ്സ് ലോസ്റ്റ് ഇൻ ട്രാൻസിറ്റ്. സോ ബട്ട് ഐ ഫീൽ ഇത് കുറച്ചും കൂടി കംഫർട്ട് ആയതുകൊണ്ട് ഞാൻ അബ്നോർമൽ ലോസ് എന്ന് എഴുതി. ആൻഡ് ക്ലോസിംഗ് സ്റ്റോക്ക്. സോ ഇതിൻ്റെ കാൽക്കുലേഷനും കൂടെ കഴിഞ്ഞാൽ ഈ കണക്ക് കഴിഞ്ഞു. നമുക്ക് നോക്കാം എങ്ങനെയാണ് ഞാൻ പറഞ്ഞത്. ആദ്യം എന്തെഴുതണം എന്നാണോ ഇന്നലെ നമ്മൾ പറഞ്ഞത്? ക്വാണ്ടിറ്റി കൺസൈൻഡ്. എന്തതിനോടാ ഞാൻ വേർഡ് യൂസ് ചെയ്തെന്ന്? ആ വേർഡ് ക്വാണ്ടിറ്റി കൺസൈൻഡ്, റൈറ്റ് അല്ലെ? ഗുഡ് സെൻറ്റ് എന്ന് എഴുതാന്ന് പറഞ്ഞല്ലേ. സോ ഇറ്റ് ഇസ് ക്വാണ്ടിറ്റി കൺസൈൻഡ്. ഒന്ന് ക്വാണ്ടിറ്റി എഴുതാനും 1 is rupees. എത്ര ക്വാണ്ടിറ്റി അയച്ചിട്ടുണ്ട്? 10,000. ആൻഡ് ഇറ്റ് ഈസ് ഫോർ 5 lakh. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? അടുത്ത വന്നത് എന്താന്ന് നോക്കി നമ്മൾ അതിൽ ആഡ് ചെയ്തിട്ട് പോകണം. അടുത്തത് കമ്മീഷൻ. നമ്മൾ ഇത് ക്ലോസിംഗ് സ്റ്റോക്കിന്റെ കാൽക്കുലേഷൻ കമ്മീഷൻ എടുക്കുമോ? ഇല്ല. ഇറ്റ് ഇസ് കൺസൈനർ എക്സ്പെൻസ് നമ്മൾ എടുക്കും. അപ്പം ആഡ് എക്സ്പെൻസ് ഓഫ് കൺസൈനർ. ഫയർ ഇൻഷുറൻസ്, ഡോക്ക്, ഇത് രണ്ടും ചേർത്തിട്ട് 2800. സോ ഞാൻ ഇവിടെ ഇല്ല, ഇവിടെ ഞാൻ 2800 എന്ന് എഴുതി. ഓക്കെ, എഴുതിക്കോ. ഇനി അടുത്ത വന്നിരിക്കുന്നത് കൺസൈനിന്റെ എക്സ്പെൻസ് ആണ് അല്ലെ? നമ്മുടെ ഓർഡറിൽ അടുത്ത കൺസൈനിന്റെ എക്സ്പെൻസ് ആണ് ഞാനിവിടെ ആഡ് ചെയ്യേണ്ടത്. ബട്ട് ഇതിൽ എന്തില്ല? കൺസൈനിക്ക് ഒരു നോൺ റിക്കറിങ് എക്സ്പെൻസും ഇല്ല. ഉണ്ടോടോ? ഇല്ല. അതുകൊണ്ട് എനിക്ക് ഇവിടെ എന്തില്ല? എക്സ്പെൻസ് ഓഫ് ദി കൺസൈനി ഇല്ല. അല്ലെങ്കിൽ ഞാൻ നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് ഏത് എഴുതണം? പ്ലസ് എക്സ്പെൻസ് ഓഫ് ദി കൺസൈനി. ബട്ട് ഹിയർ കൺസൈനിക്ക് എന്തില്ല? എക്സ്പെൻസ് ഇല്ലാത്തത് കൊണ്ട് ഞാൻ അവിടെ എഴുതിയില്ല. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നത്. ഇതാ വന്ന് അടുത്ത് എന്ത് വന്ന്? ദിസ് വൺ, ഡാമേജ്. ദാറ്റ് ഈസ് അബ്നോർമൽ ലോസ്. എന്താ ചെയ്യേണ്ടത്? മൈനസ് അബ്നോർമൽ ലോസ്. എത്ര ക്വാണ്ടിറ്റി? ക്വാണ്ടിറ്റിയുടെ കോളത്തിൽ 2000. അബ്നോർമൽ ലോസ് വന്ന ഉടനെ നമ്മൾ ഇത് എന്ത് ചെയ്ത് കളയണം? ടോട്ടൽ ചെയ്ത് ഇട്ട് കളയണം. ഇവിടെ ആഡ് ആണ്. സോ നമ്മൾ ആഡ് ചെയ്തിട്ട് ഇട്ടു. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി അബ്നോർമൽ ലോസിന്റെ ഈ വാല്യൂ കണ്ടുപിടിക്കാൻ എന്താണ് പറഞ്ഞത്? ഇത് ഡിവൈഡഡ് ബൈ ഇത് ഇൻറ്റു ഇത് അല്ലേ? ദിസ് ഡിവൈഡഡ് ബൈ ഇത് ഇൻറ്റു ഇത്. നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അതൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അത് എടുത്ത് നോക്കിയാൽ മതി അറിയാത്ത ആൾക്കാർ. ഇൻറ്റു 2000. ആൻഡ് ഇറ്റ് ഇസ് എത്രയാണ് അതിൻ്റെ എമൗണ്ട് കിട്ടുന്നത്? 560. 560 ഒന്ന് നോക്കട്ടെ കാൽക്കുലേറ്ററിൽ. 100,560. ഓക്കെ, ഇതിവിടെ കിട്ടി. ഇനി നമുക്ക് എന്താ? തീർന്നോ? അതിന് എന്തെങ്കിലും ഉണ്ടോ? ഇതിൻ്റെ കൂടെ ആഡാ ലെസ്സാ ഒന്നും ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടോ? ഒന്നും ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? നെക്സ്റ്റ് ഇസ് വാല്യൂ ഓഫ്. അടുത്തത് നമ്മളിത് ചെയ്തു. ഇവിടെ നമുക്ക് എത്ര കിട്ടി? 8000 കിട്ടും. ഇനി അതിൽ രണ്ടും മൈനസ് ചെയ്താൽ എത്ര കിട്ടും എന്ന് നോക്കട്ടെ. 5028 minus 100,560. That is 402,240. Okay. Now അടുത്തത് നമ്മൾ valuation of closing stock. Okay. അതായത് അൺസോൾഡിന്റെ വാല്യൂ അല്ലേ? വിൽക്കാണ്ടുള്ളതിനല്ലേ ക്ലോസിംഗ് എന്ന് പറയാം. അൺസോൾഡിന്റെ വാല്യൂ ഞാൻ എന്താ നിങ്ങളോട് പറഞ്ഞത്? ഇത് ഡിവൈഡഡ് ബൈ ഇത് ഇൻടു അൺസോൾഡ്. അൺസോൾഡ് എന്ന് പറയുമ്പോൾ ഇതിൽ നിന്ന് വേണം സോൾഡ് ചെയ്തത് മൈനസ് ചെയ്യാൻ. സോ 8,000 മൈനസ് 7,000 അല്ലേ? ഇന്നലത്തെ കണക്കെടുത്ത് നോക്കിയാൽ മതി എത്ര കിട്ടാൻ നോക്കട്ടെ. ഡിവൈഡഡ് ബൈ 8000 ഇൻറ്റു 1000. ഇറ്റ് ഈസ് 50280. ഓക്കെ. അപ്പം നമുക്ക് അബ്നോർമൽ ലോസിന്റെ വാല്യൂയും കിട്ടി. ഇത് ആൻഡ് ക്ലോസിംഗ് സ്റ്റോക്കിന്റെ വാല്യൂ. അബ്നോർമൽ ലോസിന്റെ വാല്യൂ നമ്മൾ 100,560 ഇവിടെ എഴുതും. ക്ലോസിംഗ് സ്റ്റോക്കിന്റെ വാല്യൂ 50280 ഇവിടെ എഴുതും. ടെക്സ്റ്റ് ബുക്ക് എടുത്ത് നോക്കിയാൽ മതിയുള്ള ആൾ അതിലെന്തോ ചെയ്തു വെച്ചിട്ടുണ്ട്. അതെന്താന്ന് പോലും ഞാൻ നോക്കാൻ നിന്നിട്ടില്ല. ബിക്കോസ് ഇറ്റ്സ് വെരി ഈസി. ഇങ്ങനെ ചെയ്താൽ ഭയങ്കര എളുപ്പമാണ്. പിന്നെ നമ്മൾ വെറുതെ കോംപ്ലിക്കേറ്റഡ് ആയ പഠിച്ചേക്കണ്ടല്ലോ. സോ ഞാനത് നോക്കിയിട്ടില്ല. ഇനി വേണ്ടവർ
അങ്ങനെയാണെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, ഞാൻ ഇത് എന്ത് ചെയ്യാം, ബാലൻസ് ചെയ്യാം. അപ്പോൾ ബാലൻസ് ചെയ്താൽ എത്ര കിട്ടുമെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാനിത് ബാലൻസ് ചെയ്തിട്ടുണ്ട്. നെറ്റ് പ്രോഫിറ്റ് 44,840 കിട്ടി. ഞാൻ കൺസൈനിൻ്റെ അക്കൗണ്ടും ഞാൻ അവിടെ വരഞ്ഞിട്ടുണ്ട്. കറസ്പോണ്ടിങ് ദിസ് വൺ, ഇതിന് കറസ്പോണ്ടിങ് ഇവിടെ, ഇതിന് കറസ്പോണ്ടിങ് ഇവിടെ. ആൻഡ് ഇറ്റ്സ് ബാലൻസ് ചെയ്യാനാണ് പറഞ്ഞ് റെമിറ്റ് ചെയ്തെന്ന് എവിടെയും പറയുന്നില്ല. സോ ഞാൻ അവിടെ ബൈ ബാലൻസ് 3,96,800. ഇനി ശ്രദ്ധിച്ചോ, വാട്ട് ഇസ് കൺസൈനിൻ്റെ അക്കൗണ്ടിൽ എന്താണ്? 4,20,000 രൂപയുടെ സെയിൽ കൺസൈനി നടത്തി. സോ കൺസൈനർക്ക് 4,20,000 കൊടുക്കാനുണ്ട്. അതിൽ നിന്ന് അയാൾ ചെലവാക്കിയ 2,200 അയാൾക്ക് കിട്ടാനുള്ള കമ്മീഷനായ 21,000 കഴിച്ച് ബാക്കി പൈസ 3,96,800 ആണ് കൺസൈനർക്ക് കൺസൈനി ഇനി കൊടുക്കാൻ ബാക്കി ഉള്ളത്. നൗ ഇറ്റ് ഈസ് ക്ലിയർ ഫോർ യു. സോ ഈ കണക്ക് നോട്ടിൽ കോപ്പി ചെയ്യാം. ക്ലിയർ? പ്ലീസ് ഈ മെത്തേഡ് യൂസ് ചെയ്യണേ. ക്ലോസിംഗ് സ്റ്റോക്കും അബ്നോർമൽ ലോസും വാല്യൂ ചെയ്യാൻ. ഇത് ഭയങ്കര എളുപ്പമാണ് കേട്ടോ. ഈ 1000 കിട്ടൽ മറന്നു പോകരുത്. ഇതിൽ നിന്ന് വേണം സെയിൽ ചെയ്ത് ബാക്കി മൈനസ് ചെയ്യാൻ. എന്നാലാണ് അൺസോൾഡ് ഇവിടെ കിട്ടുക. ഓക്കെ ഓക്കെ. Hope you copied the question and see the question is there on the board. Question ഒരു ഷോർട്ട് ഇവിടെ ഉണ്ട്. 5,008 രൂപ വെച്ചിട്ട് സെൻഡ് ചെയ്തു. ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് 40,000. ഓസ്വാളിൻ്റെ എക്സ്പെൻസ് ഇസ് carriage 50, freight 2, so it's marked here. Now it is lost. ഇവിടെയാണ് ലോസ് പറഞ്ഞിരിക്കുന്നത്. അബ്നോർമൽ ലോസ് ഈ ഒരു പൊസിഷനിലാണ് അബ്നോർമൽ ലോസ് പറഞ്ഞിരിക്കുന്നത്. സോ ഹിയർ ഇറ്റ് ഇസ് 500 kg. നോക്കാം, ഇൻഷുറൻസ് ഈ 500 kgക്ക് ഇൻഷുറൻസ് കിട്ടിയിട്ടുണ്ട്. സോ ഇറ്റ് ഇസ് അബ്നോർമൽ ലോസിന് ക്ലിയർ ആണ്, അവിടെ ഇൻഷുറൻസ് ക്ലെയിം ചെയ്തിട്ടുണ്ട്. സെയിൽ ഇസ് 3,500 × 950 ഞാൻ അവിടെ എഴുതിയിട്ടുണ്ട്. 33,250. ഗോ ഡൗൺ റെന്റ് ആൻഡ് സെയിൽസ്മാൻ സാലറി ഓഫ് ദി കൺസൈനി ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. 5% കമ്മീഷൻ, സെയിലിൻ്റെ 5% ഞാനത് 166,2.5 ഞാനത് റൗണ്ട് ചെയ്തിട്ട് 1,663 ആക്കിയിട്ടുണ്ട്. ആൻഡ് ഹിയർ അഗെയിൻ വൺ മോർ ലോസ് ഇസ് റിപ്പോർട്ടഡ് ബൈ വിജയ്. വിജയ് എന്ന് പറഞ്ഞാൽ കൺസൈനി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ലോസും കൂടെ 20 കിലോ ഓയിൽ ലീക്കേജ് കൊണ്ട് നഷ്ടപ്പെട്ടിട്ടുണ്ട്. സോ ഹിയർ വി ആർ അസ്യൂമിങ് ദാറ്റ് ഇത് അബ്നോർമൽ ലോസ് ആണെന്നുള്ള ഡാറ്റ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇത് നമ്മൾ എന്ത് ലോസ് ആണെന്ന് വിചാരിക്കുകയാണ്? നോർമൽ ലോസ്. ക്ലിയർ? ഇവിടെ ഡീറ്റെയിൽസ് ആർ ഗിവൺ, അബ്നോർമൽ ലോസ് ആണ്. സോ ഇതിനെ ഞാൻ എന്താക്കി എടുക്കുന്നത്? നോർമൽ ലോസ്. ക്വസ്റ്റ്യനിൽ അധികം നിങ്ങൾക്ക് ക്ലിയർലി പറയും. സോ ദിസ് ഇസ് ട്രീറ്റഡ് ആസ് നോർമൽ ലോസ് എന്ന് തരും. ബട്ട് ഇവിടെ തന്നിട്ടില്ല. ബട്ട് ഇവിടെ ഞാൻ എൻ്റെ അസംഷൻ ഇസ് ഇത് അബ്നോർമൽ ലോസ് ആണ്. സോ ഞാൻ ഇത് എന്താക്കി എടുക്കുന്നത്? നോർമൽ ലോസ് ആക്കി എടുക്കുന്നു. സോ അത്രയും ഭാഗം ഞാൻ അവിടെ എഴുതിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം? ഈ ഇൻഷുറൻസിൻ്റെ കാര്യം പറയണം, കാൽക്കുലേഷൻ നോക്കണം. ഓക്കെ, ഹിയർ ഇറ്റ് ഇസ് calculation of abnormal loss and closing stock. Quantity consigned 5,000 kg 40,000. അടുത്ത ക്വസ്റ്റ്യനിൽ വന്നിരിക്കുന്നത് എക്സ്പെൻസ് ആണ്. സോ ഞാൻ എക്സ്പെൻസ് ഇവിടെ എഴുതി. ബ്രേക്ക് ചെയ്തിട്ട് നിങ്ങൾ എഴുതണം. ഞാൻ അവിടെ ടോട്ടൽ 500 എഴുതി. നൗ ഇറ്റ്സ് ഹിയർ അബ്നോർമൽ ലോസ് വരുന്നത് കൊണ്ട് ഞാനിവിടെ ടോട്ടൽ ചെയ്തിടുവാണ് 40,500. അബ്നോർമൽ ലോസസ് 500 kg. സോ ഞാനിവിടെ 500 എഴുതി. ഇതിൻ്റെ എമൗണ്ട് കണ്ടുപിടിക്കണം. 40 ഇത് ഡിവൈഡഡ് ബൈ ഇത് ഇൻറ്റു ഇത് അല്ല. ഇനിയിപ്പോൾ ഇതൊന്നും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരണ്ട. എല്ലാം ചെയ്ത് എത്ര വരാമെന്ന് നോക്കിക്കോട്ടെ. 40,500 ഡിവൈഡഡ് ബൈ ഇറ്റ് ഈസ് 4050. ഓക്കെ, ഇറ്റ്സ് 4050. ഇവിടെ ഞാൻ എഴുതുവാണ് 4050 എഴുതി. ഇനി അടുത്ത നമ്മൾ ഓർഡറിൽ വരുമ്പോൾ വരുന്നത് എക്സ്പെൻസ് ഓഫ് ദി കൺസൈനി ആണ്. ബട്ട് ഇത് രണ്ടും എന്താണ്? റെക്കറിങ് ആണ്. സോ അതെന്ത് ചെയ്യില്ല, ഇവിടെ എടുക്കൂല. ദെൻ നമുക്കൊരു ലോസ് വന്നു അല്ലേ? ഹിയർ ഇറ്റ് ഇസ് നോർമൽ ലോസ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ എന്ത് എഴുതണം? നോർമൽ ലോസ് എഴുതണം. അതിനേക്കാളും മുന്നേ ഞാനിത് ടോട്ടലി ഓർഡറിലാണ് എഴുതുന്നത്. ഇത് വരാത്തതുകൊണ്ട് ഇവിടെ എടുത്തില്ല. ആൻഡ് ഇറ്റ് ഈസ് 4,500. 40,500 കിഴിച്ച 36,450 ലെസ് നോർമൽ ലോസ്. ലെസ് ചെയ്യണം. എത്രയാണ് നോർമൽ ലോസ്? 20 കിലോ ഇവിടുന്ന് ലെസ് ചെയ്യണം. ബട്ട് എമൗണ്ട് നില്ലാക്കി എടുക്കണം. ഓക്കെ,
Now it is 4 45. Okay, 4480 and it is 36450 കഴിഞ്ഞു. ഇനി നമ്മൾ എന്ത് വാല്യൂ ചെയ്യണം? ക്ലോസിംഗ് സ്റ്റോക്ക് വാല്യൂ ചെയ്യണം. എങ്ങനെ വാല്യൂ ചെയ്യും? 36,480 4480 ഇൻറ്റു അൺസോൾഡ്. 4480 അൺസോൾഡ് എത്ര? സെയിൽസ് എത്ര? സെയിൽസ് 3500. അപ്പം നിങ്ങൾ കിഴിച്ചോ, 4480 നമ്മളെ കയ്യിലുണ്ട്. അതിൽ നിന്ന് എത്രയാണ് പോയ? 33,500 പോയി. ബാക്കി എത്രയുണ്ട് നമ്മളെ കയ്യിൽ? 980. എവിടെ നിന്നാണോ ഈ 980 കിട്ടിയത്? 4480 സ്റ്റോക്ക് കയ്യിലുണ്ട്. അതിൽ നിന്ന് വിറ്റത് 3500. അപ്പോൾ ബാക്കി 9800. ആൻഡ് ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 7973 കിട്ടും. ക്ലിയർ? ഇത് ഇവിടെ എഴുതണം, ഇത് ഇവിടെ എഴുതണം. ഓക്കെ, അപ്പോൾ ഞാനത് അവിടെ എഴുതാൻ പോവാണ്. എന്നിട്ട് ഞാനത് ബാലൻസും ചെയ്യും. ഞാൻ അവിടെ ബാലൻസ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. അബ്നോർമൽ ലോസ് 4050, കൺസൈൻമെന്റ് സ്റ്റോക്ക് 7973 എഴുതിയിട്ടുണ്ട്. ബാലൻസ് 1860 ഇട്ടിട്ടുണ്ട്. ഹിയർ വൺ മോർ പോയിന്റ് ഇസ് ദർ. ഇനി കൺസൈനിന്റെ അക്കൗണ്ട് നിങ്ങൾ വരഞ്ഞോ? അത് ഞാൻ വരയില്ല, അത് നിങ്ങൾക്ക് ഇപ്പം അറിയാം അതെങ്ങനെ വരേണ്ടതല്ല, അതല്ല നിങ്ങൾ വരയാം. നൗ മൈ ക്വസ്റ്റ്യൻ അല്ല, എൻ്റെ പോയിന്റ് പറഞ്ഞു തരേണ്ടത് ഈ 2500 ട്രീറ്റ്മെന്റ് ആണ്. സോ ഇൻഷുറൻസ് എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു 2500 ഉണ്ട്. അതെന്താ ചെയ്യേണ്ടത്? ഓക്കെ, ഒന്നും ചെയ്യണ്ട. എന്ത് വരയാ? അബ്നോർമൽ ലോസിന്റെ ഒരു അക്കൗണ്ട് വരയാ. ഓക്കെ, അബ്നോർമൽ ലോസിന്റെ അക്കൗണ്ട് വരയാ. ഇതിന്റെ കൗണ്ടർ എൻട്രി ഇവിടെ വരും അല്ലേ? ബൈ അബ്നോർമൽ ലോസ് ടു കൺസൈൻമെന്റ് അക്കൗണ്ട്, അല്ലെ കൺസൈൻമെന്റ് ഔട്ട്വേർഡ് അക്കൗണ്ട്, അല്ലെ കൺസൈൻമെന്റ് ടു വിജയ് അക്കൗണ്ട്, കൺസൈൻമെന്റ് ടു വിജയ് അക്കൗണ്ട്. ഓക്കെ, എന്നിട്ട് ഇൻഷുറൻസ് ക്ലെയിം കിട്ടിയ പൈസ എവിടെ എഴുതണം എന്നറിയോ? ഇവിടെ ബൈ ബാങ്ക്. ഇത് ബ്രാക്കറ്റിൽ എഴുതുക. ഇൻഷുറൻസ് ക്ലെയിം റിസീവ്ഡ്. ബ്രാക്കറ്റിൽ എന്ത് എഴുതണം? ഇൻഷുറൻസ് ക്ലെയിം റിസീവ്ഡ് എന്ന് എഴുതാം. എത്ര കിട്ടിയ? 2500. ഓക്കെ, 2500 എഴുതി. എന്നിട്ട് എന്ത് ചെയ്യാം? നമ്മൾ ഇതിനെ ബാലൻസ് ചെയ്യാം. ബൈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഇട്ടിട്ട് ബാലൻസ് അതിൽ കാണിക്കാം. 4050 2500 പോയാൽ ഐ തിങ്ക് ഇറ്റ് ഈസ് 1550 അല്ല, അല്ലടാ 1550 അല്ലടോ? ഇറ്റ്സ് കറക്റ്റ്. അതിൻ്റെ മീനിങ് എന്താണെന്ന് നോക്കിയേ. ഇതിൻ്റെ മീനിങ് എന്താ? നമ്മളെ കയ്യിൽ നിന്ന് 4050 രൂപേൻ്റെ ഗുഡ്സ് ലോസായി. അതിൽ 2500 രൂപ നമുക്ക് എന്തെന്ന് കിട്ടി? ഇൻഷുറൻസിന് കിട്ടി. ബാക്കി 1550 നഷ്ടം. PNL അക്കൗണ്ടിൽ ഇത് ബൈ PNL അക്കൗണ്ട് അല്ലേ? അപ്പം ഈ PNL അക്കൗണ്ട് പറയുമ്പോൾ ഈ എൻട്രി എവിടെയാണ് വരിക? ടു അബ്നോർമൽ ലോസ്. ഈ PNL അക്കൗണ്ടിന്റെ ഈ ഭാഗത്ത് വന്നാൽ എന്താ? ലോസ് അല്ല, എക്സ്പെൻസ് അല്ലേ ഈ ഭാഗത്ത് എഴുതുക. സോ അത് നമ്മൾ ലോസ് ആയിട്ട് PNL അക്കൗണ്ടിൽ കാണിക്കും. ഇപ്പൊ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നത്. കൺസൈൻ അഗൈൻ റിപ്പീറ്റിംഗ്. ഇൻഷുറൻസ് ക്ലെയിം കിട്ടിയ അബ്നോർമൽ ലോസിന്, സോ അത് നമ്മൾ ഇവിടെ കാണിച്ചു. ബാക്കി PNL അക്കൗണ്ടിലേക്ക് ഇട്ടു. ഇനി നിങ്ങൾക്ക് ഇപ്പം ബോർഡിന്റെ സൈഡിൽ ഞാൻ അവിടെ കൺസൈനി വിജയ് ഡീലറിന്റെ അക്കൗണ്ട് കൊടുത്തിട്ടുണ്ട്, അതിന്റെ ബാലൻസ് കൊടുത്തിട്ടുണ്ട്. അത് കിട്ടുന്നുണ്ടോ നോക്കുക. ഗുഡ്സ് സെന്റ് ഓൺ കൺസൈൻമെന്റ് കൊടുത്തിട്ടുണ്ട്, അത് കിട്ടുന്നുണ്ടോ നോക്കുക. വിജയിന്റെ ബുക്കിൽ ഓസ്വാൻ മില്ലിന്റെ അക്കൗണ്ട് ബോർഡിൽ നിങ്ങൾക്ക് കാണാം. ഇതൊക്കെ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാം. ഓക്കെ, നൗ ഇറ്റ് ഈസ് ക്ലിയർ ഫോർ യു. ഇനി ഞാൻ പ്രോബ്ലം ഒന്നും ഞാൻ ചെയ്തു തരൂല, നിങ്ങൾക്ക് ഞാൻ തരും. പിന്നെ നമ്മൾ ക്ലാസ് മീൻസ് നമ്മൾ ഗ്രൂപ്പ് വർക്ക് പോലെ നമുക്ക് ബാക്കി ചെയ്യാം. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എൻ്റെ അടുത്ത് ധൈര്യത്തിൽ ചോദിക്കാം.